മുത്തശ്ശന് വേണ്ടി ആദർശ് അമേരിക്കയിൽ നിന്നും ഡോക്ടറെ കൊണ്ടുവരുന്നുണ്ട്. ആ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷം മുത്തശ്ശൻ്റെ ക്യാൻസർ ഞാൻ മാറ്റിത്തരാമെന്ന് ഡോക്ടർ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് കേട്ട് വീട്ടിലെല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് നയനയുടെയും ആദർശിൻ്റെയും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ്. അത് മുത്തശ്ശൻ വലിയ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ വച്ച് നയന സൈൻ ചെയ്ത ഡിവോഴ്സ് പേപ്പർ ആദർശ് വലിച്ച് കീറിക്കളയുന്നതും ആനിവേഴ്സറി ഗിഫ്റ്റായി തൻ്റെ വിരലിൽ മോതിരം അണിയിക്കുന്നതൊക്കെ നയന സ്വപ്നം കാണുകയാണ്. പിന്നീട് ആദർശ് ആ ഫംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. ആദർശ് കാറ് തുറക്കുന്നത് കണ്ട് എല്ലാവരും നയനക്കുള്ള ഗിഫ്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ആ കാറ് തുറന്ന് ഒരു ആൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് ആദർശ് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ഏതായി കുഞ്ഞെന്ന് ചോദിച്ച് നയനയും ദേവ്യാനിയൊക്കെ അവൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. ഇതെൻ്റെ കുഞ്ഞാണെന്നും ഇനി എൻ്റെ കൂടെ ഇവനും ഉണ്ടാകുമെന്നൊക്കെ ആദർശ് ആ വേദിയിൽ വെച്ച് പറയുകയാണ്. അത് കേട്ട് ദേവയാനി, നീ എന്താ തമാശ പറയുവാണോ? അബിക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ ഞങ്ങളത് വിശ്വസിക്കും, പക്ഷേ നീ ഒരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അതിനൊന്നും ഉത്തരം പറയാതെ ആദർശ്, ഈ കുഞ്ഞ് എൻ്റെ രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞ് തന്നെയാണെന്ന് എല്ലാവരോടും തുറന്നു പറയുന്നുണ്ട്. ഞാൻ പ്രസവിച്ച മകൻ ഒരിക്കൽ ഇങ്ങനൊരു ചതി ഈ കുടുംബത്തിനോട് ചെയ്യില്ല. ഇക്കാര്യം പുറത്തറിഞ്ഞ കുടുംബത്തിന്റെ അഭിമാനം തന്നെ പോവും. ഈ കുഞ്ഞിനെ നിനക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുപോയി ആക്കാൻ ദേവയാനി കൽപ്പിക്കുകയാണ്. പക്ഷേ ആദർശ് അതനുസരിക്കാതെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അത് കണ്ട് ഒന്നും മിണ്ടാനാവാതെ ഇരിക്കുകയാണ് നയന. കുറച്ചു കഴിഞ്ഞ് ആദർശിന്റെ റൂമിലേക്ക് നയനയും പോവുകയാണ്. ആദർശ് കുട്ടിയെ ബെഡിൽ കിടത്തി ഉറക്കി മിണ്ടാതെ നിൽക്കുവാണ്. നയന വന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഈ കുഞ്ഞിനൊരു അമ്മയുണ്ടാവുമല്ലോ, അവരെവിടെ? എന്താ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയോ? ഈ കുഞ്ഞിൻ്റെ അമ്മ എവിടെയെന്ന് എനിക്കിപ്പോൾ അറിയണം എന്നൊക്കെ നയന ആദർശിൻ്റെ അടുത്ത് വാശി പിടിക്കുവാണ്.